എല്ലാവർക്കും നമസ്കാരം. ഈ തെറ്റ് ചെയ്താൽ വിമർശിക്കുകയും എന്നാൽ തെറ്റ് ചെയ്ത അതേ ആൾ പശ്ചാത്തപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും ചെയ്യണം. ഇതാണ് സാധാരണ റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കറിയുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ അയാളെ വിമർശിച്ച് സംസാരിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിൽ പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, സോ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ വിഷയത്തിൽ വിമർശിക്കുകയും ചെയ്യുമോ? ഇല്ലല്ലോ. നമ്മൾ ആ വിഷയം അങ്ങ് വിടും. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹൻസിക കൃഷ്ണ, നമുക്കറിയാം ആക്ടർ കൃഷ്ണകുമാറിൻ്റെ മകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൻസികയുടെ ഒരു വീഡിയോ ലീക്കായിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷനിലിട്ട വീഡിയോ ആയിരുന്നു. അത് അവിടുന്ന് ആരോ എടുത്തിട്ട് പുറത്തേക്ക് ലീക്ക് ചെയ്തു. അതിൻ്റെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളുണ്ടായി. ഹൻസികയുടെ പല വീഡിയോകളുടെയും താഴെ, പല ഫോട്ടോകളുടെയും താഴെ, എസ്പെഷ്യലി പറയുവാണെങ്കിൽ അഹാന ചെയ്തൊരു ആൽബം ഉണ്ടായിരുന്നു. ഹൻസികയും അഹാനയും കൂടെ ചേർന്നൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ താഴെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തായതുകൊണ്ട് ആരും അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചില്ല, ഈ മോശം കമൻറ്റുകളെ. അതിൽ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പല കമൻറ്റുകൾ എന്ന് പറയുന്നത് ആ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം ഹൻസികയെ കാണുമ്പോൾ അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെയുള്ള ലെവലിലേക്കാണ് കമൻറ്റുകൾ പോകുന്നത്. അപ്പോൾ അത് ആ കുട്ടീനെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. അതിൻ്റെ പേരിൽ ഇന്ന് ഹൻസിക ഒരു സ്റ്റോറി ഇട്ടേക്കാണ്. ഒരു 3 പാർട്ടായിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മലയാളം വേർഷൻ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അന്നേരം എടുത്തിയാടി ചെയ്തു പോയൊരു കാര്യമാണ്. പക്ഷേ അത് മനസ്സിലായപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ അതിനോടകം തന്നെ ആ പോസ്റ്റ് പുറത്ത് പോവുകയും അത് മാക്സിമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ ചൊല്ലി എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് വിഷമിച്ചു, ഞാനും ഒരുപാട് വിഷമിച്ചു. അത് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുന്നു. ഒരിക്കലും അത് പണത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു പോസ്റ്റാണ്. ഞാൻ അതിൻ്റെ മലയാള വേർഷൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഇംഗ്ലീഷ് വേർഷൻ ഞാനിവിടെ പോസ്റ്റ് ചെയ്തേക്കാം. പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഹൻസികയാണ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഏകദേശം 3 ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ വഴി പങ്കിട്ട ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തിരിഞ്ഞു നോക്കുമ്പോൾ അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധവും വിഡ്ഢിത്തവും നിറഞ്ഞതുമായ ഒരു തീരുമാനമായിരുന്നു. കൂടാതെ ഞാൻ ആത്മാർത്ഥമായി അതിൽ ഖേദിക്കുന്നു. ഞാൻ ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ വന്നതല്ല. എന്നാൽ കഴിഞ്ഞ 1 മാസമായി ഇതെൻ്റെ വലിയൊരു വേദനയും ഭാരവുമായിരുന്നു. ഒടുവിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഒരു പക്ഷേ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്നിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം. ഞാൻ എന്തിനാണത് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊരു തെറ്റായിരുന്നു. വേണ്ടത്ര ആലോചിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു അത്. പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അത് മനസ്സിലാവുകയും പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ സബ്സ്ക്രിപ്ഷൻ്റെ ഭാഗമായിരുന്ന ഏതാനും ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. പണത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന് പലരും എന്നെ കുറ്റപ്പെടുത്തി. ചില ആളുകൾക്ക് അത് അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിനു പിന്നിൽ അത്തരം ഉദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 20-ാം വയസ്സിൽ എന്നെ തന്നെ നോക്കാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. അത് വർഷങ്ങളായി നിങ്ങളും എൻ്റെ കുടുംബവും ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹവും പിന്തുണയും കാരണമാണ്. പബ്ലിസിറ്റി എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊതിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറവുള്ളതോ ആയ ഒന്നല്ല. ഈ സംഭവം നടന്ന കൃത്യം 3 ദിവസത്തിന് ശേഷം എൻ്റെ സഹോദരി 1 വർഷത്തിലേറെയായി അധ്വാനിച്ച, ഞാനും അഭിനയിച്ച ഒരു മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു. എൻ്റെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നെങ്കിൽ അവളുടെ ജോലിയെ കൂടി ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു, പ്രത്യേകിച്ച് അത് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്. ഭാഗ്യവശാൽ അത് മ്യൂസിക് വീഡിയോയെ ബാധിച്ചില്ലെങ്കിലും ഇതിനു പിന്നിൽ ആസൂത്രിതമായ യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പോസ്റ്റ് ആളുകളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊരു സ്വാഭാവികമായ തെറ്റായിരുന്നു. അതിൽ ഞാൻ ആഴത്തിൽ ഖേദിക്കുന്നു. ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഖേദിക്കുകയും ചെയ്യും. ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ വേദനിച്ച ഞാനും എൻ്റെ കുടുംബവും അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രവൃത്തിയിലൂടെ മാനസികമായ ആഘാതവും അനന്തരഫലങ്ങളും നേരിടേണ്ടി വന്ന ഒരേ ഒരാളുകൾ ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളെ ബാധിച്ചതുപോലെ മറ്റാരെയും എൻ്റെ പ്രവൃത്തികൾ നേരിട്ട് ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഓൺലൈനിൽ ഇതേ തുടർന്നുണ്ടായ ബുള്ളിങ്ങും ഹരാസ്മെൻറ്റും വെറുപ്പും അനുഭവിക്കുന്നത് വളരെയധികം വേദനാജനകമായി മാറിയത്. ഒരു പൊതു വ്യക്തി എന്ന നിലയിൽ ആളുകൾ എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവും. ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. എന്നിരുന്നാലും ചില സമയങ്ങളിൽ പ്രതികരണങ്ങൾ വെറും വിമർശനങ്ങൾക്ക് അപ്പുറമായിരുന്നു. ഈ മുഴുവൻ സാഹചര്യത്തെയും ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ ചില വ്യക്തികൾ ശ്രമിച്ചു. അവരുടെ അക്കൗണ്ടുകളിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാനും, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവരുടെ കോണ്ടന്റിലാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അവരുടെ അക്കൗണ്ടുകളിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടി മാത്രം ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ നിർമ്മിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരമാവധി ചൂഷണം ചെയ്യാവുന്ന ഒരു കോണ്ടന്റ് അവസരമായി മാറി. ഈ വീഡിയോകളിൽ പലതും വളരെ വേദനാജനകമായ ഭാഷ ഉപയോഗിക്കുകയും എനിക്കെതിരെ മാത്രമല്ല എൻ്റെ കുടുംബത്തിന് നേരെയും വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സൈബർ ബുള്ളിങ് നേരിടുന്നവരോടോ മറ്റൊരാളുടെ വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരോടോ എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ തെറ്റു മാറ്റിവെച്ചാൽ ആളുകൾക്ക് മറ്റൊരു മനുഷ്യനോട് ഇത്ര എളുപ്പത്തിൽ ഇത്രയധികം വെറുപ്പുള്ളവരാകാൻ എങ്ങനെ കഴിയുമെന്ന് ഈ അനുഭവം എന്നെ ആത്മാർത്ഥമായി അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് അവരെ വ്യക്തിപരമായി ബാധിക്കാത്തൊരു കാര്യത്തിൽ. ഞാനിവിടെ സഹതാപം തേടുകയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയോ അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ 1 മാസമായി എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി സംസാരിക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചത്.
ഞാൻ സബ്സ്ക്രിപ്ഷൻ തുക 299 രൂപയിൽ നിന്ന് 399 രൂപയായി ഉയർത്തിയത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദ്യം ചെയ്യുകയുണ്ടായി. കാര്യങ്ങൾ കൈവിട്ടപ്പോൾ സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായും നിർത്തലാക്കുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. എന്നാൽ അത് കൂടുതൽ ഊഹാപോഹങ്ങൾക്കും നെഗറ്റിവിറ്റിക്കും കാരണമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ ആ സമയത്ത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ തുക വർദ്ധിപ്പിച്ചത്. എന്നെ വിശ്വസിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എൻ്റെ ഭാഗത്തെ സത്യാവസ്ഥ ആത്മാർത്ഥമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. ഈ സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷനുകളിൽ പെട്ടെന്നുണ്ടായ വർധനവിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും ഒരു സാമൂഹിക ആവശ്യത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ വ്യക്തിപരമായി വാങ്ങിയിട്ടില്ലെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രവൃത്തികൾ കാരണം സങ്കടമോ നിരാശയോ തോന്നിയ എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളിൽ പലരെയും വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് എന്നെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നു. എന്നാൽ ഇത് പ്ലാനിങ്ങോടെയോ മോശം ലക്ഷ്യത്തോടെയോ ചെയ്തതല്ലെന്നും ശരിയായ വിവേചനമില്ലായ്മയുടെ ഒരു നിമിഷത്തിൽ നിന്ന് സംഭവിച്ചതാണെന്നും ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അനുഭവം എന്നെ കഠിനമെങ്കിലും വിലപ്പെട്ടതുമായ ചില പാഠങ്ങൾ പഠിപ്പിച്ചു. വരും വർഷങ്ങളിൽ എന്നെ കൂടുതൽ വിവേകമുള്ളവളും മികച്ച ഒരാളുമാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ചില ആളുകൾ എന്നെ കാണുന്ന രീതിയെ മാറ്റിയേക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും എന്നെക്കുറിച്ച് അറിഞ്ഞിരുന്ന വ്യക്തിത്വത്തെ അത് മാറ്റില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പോഴും അതേ വ്യക്തി തന്നെയാണ്. അതേ മനസ്സിലാക്കലോടെയും ദയയോടെയും ഓർമ്മിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാലക്രമേണ നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും എനിക്ക് മറ്റൊരു അവസരം നൽകുകയും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രയാസകരമായ സമയത്ത് എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങളിൽ പലർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഹൻസിക. ഈ ചെയ്തത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആസ് എ റിയാക്ഷൻ വ്ളോഗർ നമ്മൾ പല തെറ്റുകൾ കാണുമ്പോൾ വിമർശിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ആ തെറ്റ് തിരുത്തി എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അതും സംസാരിക്കാറുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൗണ്ടന്റ് ആക്കുക എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്നും കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഹൻസികയെ പോലൊരു പെൺകുട്ടി, ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി ഇത്തരം ഒരു വീഡിയോ ചെയ്ത് അത് പുറത്തേക്ക് വിടുമ്പോൾ ഇതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കും, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പല കുട്ടികളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അച്ഛനില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ അമ്മയില്ലാത്ത കുട്ടികൾ, ഈ രണ്ടുപേരും ഇല്ലാത്ത മക്കൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ അവരും ചിലപ്പോൾ ഈ വഴി തിരഞ്ഞെടുക്കാം. സബ്സ്ക്രിപ്ഷനിലൂടെ അവരുടെ മുഖം കാണിക്കാതെയും അല്ലെങ്കിൽ മുഖം കാണിച്ചും അവരും ഇത്തരത്തിൽ കാശുണ്ടാക്കാൻ ഇറങ്ങിയാൽ അടുത്തൊരു ജനറേഷൻ തന്നെ ഇത് ബാധിക്കും. അവർ ചോദിക്കും, ഹൻസിയയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വന്നാൽ ഇന്ന് പല ആൾക്കാരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെന്തിനാ എന്നെ മാത്രം വിമർശിക്കുന്നത്, അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ നാളെ വരുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഹൻസികയുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഇത് തുടങ്ങിയാൽ അത് വലിയൊരു ആപത്തിലേക്കായിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിനെ വിമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഹൻസികയ്ക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു പക്ഷേ ഹൻസികയ്ക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഹൻസിക ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ അച്ഛൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടി നേതൃത്വം വരെ ഈ വിഷയം ഏറ്റെടുത്തു, അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് അറിഞ്ഞത്. അതിന് എത്രമാത്രം വസ്തുതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞൊരു കാര്യം അങ്ങനെയാണ്. പാർട്ടി നേതൃത്വത്തിന് കോൾ പോവുകയും അതുവഴി അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞ കാര്യം സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇവിടെ ഹൻസികയ്ക്ക് തെറ്റ് മനസ്സിലായി, ഹൻസിക ക്ഷമ ചോദിച്ചു, പശ്ചാത്തപിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രായച്ചിത്തം എന്ന് പറയുന്നത്. നമുക്കൊരു തെറ്റ് സംഭവിക്കാം, കുട്ടികളാണ്, 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്, തെറ്റ് സംഭവിക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയ ഉടനെ അത് റിമൂവ് ചെയ്തു. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലാണ്. ഞാൻ നാളെ ഒരു മോശം കാര്യം ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റ് ഒന്നും പോകണ്ട, 1 മിനിറ്റിനുള്ളിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ സാധനം അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ ആണ്, ആരെങ്കിലുമൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളാവുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 5 പ്രാവശ്യം വേണമെങ്കിലും ആലോചിച്ചിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. ഇത് നാളെ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആലോചിക്കാം, ഹൻസികയെ പോലൊരു ആൾ അല്ലെങ്കിൽ ആക്ടർ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അതൊരു റെപ്യൂട്ടഡ് ഫാമിലി ആയിട്ട് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയാണ് അത് കാണുന്നത്. അത് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ഹൻസിക എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ സ്വന്തം കുടുംബത്തിലെ കുട്ടിയായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടാകുമ്പോൾ അവർ വിമർശിക്കും, അവർ മോശം കമൻറ്റ് ചെയ്യും. പക്ഷേ ആ കമൻറ്റ് എന്ത് ലെവൽ വരെ പോകണം എന്നുള്ളത് അവരവരുടെ സംസ്കാരം പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്, തെറ്റാണെന്ന് പറയും. ചില ആൾക്കാർ അവിടെ തെറി ഉപയോഗിക്കും, ചില ആൾക്കാർ അതിനപ്പുറം വാക്കുകൾ ഉപയോഗിക്കും. അത് അവരുടെ സംസ്കാരമാണ്. പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവരോടെങ്കിലും പറയാനുള്ള കാര്യം, ആ കുട്ടിയുടെ പോസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോസ് വരുമ്പോഴോ മോശം കമൻറ്റുമായിട്ട് ചെന്ന് ട്രീറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം അത് ആ കുട്ടിക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലായി കഴിഞ്ഞു. തെറ്റ് മനസ്സിലായി ആത്മാർത്ഥമായിട്ടാണ് പശ്ചാത്തപിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പിന്നെയും പുറകെ പോയിട്ട് മോശം കമൻറ്റ് ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അടുത്ത ജനറേഷനാണ്, ഇനി വളർന്നു വരുന്ന കുട്ടിയാണ്, അതിന് മാനസികമായിട്ട് ഉണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം അതിൻ്റെ ലൈഫിന് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മളാരും കാരണമാവരുത് എന്നൊരു റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഹൻസികയ്ക്ക് തെറ്റ് മനസ്സിലായി, ആ കുട്ടി ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. സോ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ പോരല്ലോ, തെറ്റ് തിരുത്തി വരുന്ന ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണമല്ലോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.